ഹായ് ഗൈസ്, ഇത് ശ്രാവണാണ്. അപ്പോൾ ഒരുപാട് നാളത്തെ ആഗ്രഹം ഇന്നിവിടെ പൂവണിയാൻ പോവുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടും ഉണ്ട്. നമ്മൾ പുതിയൊരു ഫോണാണ്, അതും iPhone 16 നമ്മൾ പർച്ചേസ് ചെയ്യാനായിട്ട് നിൽക്കുവാണ്. സോഷ്യൽ മീഡിയ ഇത് വന്നതിന് ശേഷം ആദ്യമായിട്ട് ഫോൺ നമുക്ക് തന്നത് വീട്ടുകാർ മേടിച്ചത് ഫോണിലാണ് നമ്മൾ തുടങ്ങിയത്. അതിൽ നിന്ന് നമ്മളെന്തെങ്കിലും സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് വീട്ടിൽ നമ്മുടെ ആവശ്യങ്ങൾക്ക്, നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്കൊക്കെ ഹെൽപ്പ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ കുറേ നാൾക്ക് ശേഷം, അതായത് വർഷങ്ങൾക്ക് ശേഷം ഒരു ഫോൺ എടുക്കാനായിട്ട് നമ്മൾ അതും സ്വന്തമായിട്ട് ഭയങ്കര പ്രൗഡായിട്ടുള്ള മൊമെന്റ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇരിക്കുന്നത് ആലപ്പുഴയിലുള്ള ഈസി സ്റ്റോറിലാണ്. ഇവിടെ നിന്നാണ് നമ്മൾ ഫോൺ പർച്ചേസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇന്നത്തെ ചെറിയ ചെറിയ മൊമെന്റ്സ് ആയിരിക്കും നമ്മുടെ വീഡിയോയിലൂടെ പങ്കുവയ്ക്കാൻ പോകുന്നത്. സോ ബാക്കി കാണാം. അച്ഛനും അമ്മയും അനിയനും കൂട്ടുകാരും ഒക്കെ ആയിട്ട് ഞാൻ ഇപ്പൊ എത്തിയിരിക്കുന്നത് ലൈഫിലെ ഏറ്റവും നല്ലൊരു മൊമെന്റ് എക്സ്പീരിയൻസ് ചെയ്യാനാണ്. സോഷ്യൽ മീഡിയയിൽ വന്ന സമയത്ത് വീട്ടുകാർ വാങ്ങിയിരുന്ന ഒരു ആൻഡ്രോയിഡ് ഫോണിലാണ് വീഡിയോ ഒക്കെ ചെയ്ത് തുടങ്ങുന്നത്. പിന്നീട് ഐഫോൺ കൂട്ടുകാർ വാങ്ങിയപ്പോൾ അത് യൂസ് ചെയ്ത് അതിന്റെ സുഖമെന്ന് അറിഞ്ഞപ്പോൾ ഒരു ഐഫോൺ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊരു തോന്നലുണ്ടായി. അർഹതയുള്ളതേ ആഗ്രഹിക്കാവൂ എന്ന് പറഞ്ഞു പഠിപ്പിച്ചു തന്നതുകൊണ്ടാവാം കുഞ്ഞിലെ മുതൽ എനിക്ക് ഒന്നിനോടും അതിയായ ആഗ്രഹം തോന്നിയിട്ടില്ല. പക്ഷെ കയ്യിലൊരു ഐഫോൺ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് എപ്പോഴോ കയറിക്കൂടിയൊരു ആഗ്രഹം വീട്ടിൽ പറഞ്ഞപ്പോ നമുക്കിപ്പോ അതിന്റെ ആവശ്യമില്ല, നമ്മുടെ വഴി ഇതല്ല എന്ന് വീട്ടുകാരും പറഞ്ഞു. അവരെ കുറ്റം പറയാൻ പറ്റില്ല. എന്റെ വിഷമം കണ്ട് എന്താണോ എനിക്കൊരു iPhone 13 എടുത്തു തന്നു. അവിടുന്ന് തുടങ്ങിയ യാത്രയാണ് ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നത്. ഈ ഫോൺ യൂസ് ചെയ്യാൻ മാക്സിമം എന്റെ ഫോൺ ഞാൻ യൂസ് ചെയ്ത് കേട്ടോ. അങ്ങനെ ഒരുപാട് അവസരങ്ങളും നമ്മൾ നാലാൾ അറിയപ്പെട്ടതും ഒക്കെ എന്റെ iPhone 13 കൊണ്ടാണ്. ആ ഫോൺ ആർക്കും കൊടുക്കാണ്ട് പുതിയൊരു iPhone 16 നമ്മൾ അങ്ങനെ സ്വന്തമാക്കുകയാണ്. അതും വീട്ടുകാരുടെ പൈസക്കല്ല, ഇത്തവണ നമ്മുടെ സ്വന്തം പൈസക്ക്. ലൈഫിൽ ഞാൻ സോഷ്യൽ മീഡിയ വന്നിട്ട് സ്റ്റേബിൾ ആയിട്ട് വീഡിയോസ് ഇതുവരെ ഇട്ട് പോയിട്ടില്ല. പക്ഷെ ലൈഫിൽ ഒരു ഡൗൺ സ്റ്റേജിൽ ഞാൻ ഇതൊക്കെ വിട്ടെറിഞ്ഞപ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വീഡിയോ ചെയ്ത് മുമ്പോട്ട് പോയി. പിന്നീട് വീഡിയോ ചെയ്യുന്നത് ഒരു സന്തോഷമായിട്ട് മാറി. ആ ഒരു ഹാപ്പിനെസ് ഫോളോ ചെയ്തുകൊണ്ട് മാത്രമാണ് എനിക്കിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നത്. സോഷ്യൽ മീഡിയയിൽ നിന്ന് എന്ത് കിട്ടിയെന്ന് ചോദിക്കുന്നവരോട് ഇപ്പോൾ എനിക്ക് iPhone 16 എടുക്കാൻ പറ്റിയെന്ന് മാത്രമല്ല, എന്റെ വരുമാനം ഇപ്പം സോഷ്യൽ മീഡിയ ആണ്. അതിൽ നിന്ന് എന്തെങ്കിലും ഏൺ ചെയ്ത് എന്റെ കുടുംബത്തെ ഞാൻ കൊടുക്കുന്നുണ്ട്. എന്റെ വീട് വെക്കാൻ ഒരു മുഖ്യ പങ്ക് എനിക്ക് വഹിക്കാനും സാധിച്ചിട്ടുണ്ട്. സോ നിങ്ങളുടെ പാഷനെ നിങ്ങൾ മുറുക്കെ പിടിക്കുക, ലൈഫിൽ ഹാപ്പി ആയിട്ടിരിക്കുക.